നമ്മളിപ്പോൾ ഉള്ളത് അരയിടത്ത് പാലത്താണ്. ഈ കാണുന്നത് സരോവരത്തേക്കുള്ള റോഡാണ്. സരോവരം അതേപോലെ തന്നെ എരഞ്ഞിപ്പാലത്തേക്കുള്ള മിനി ബൈപ്പാസ്. ഇവിടെ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അകലെയാണ് സരോവരം ബയോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ബിൽഡിംഗ് ഏതാണെന്നറിയാമോ? ഇതാണ് ഏഷ്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് മ്യൂസിയം. ഇത് വരാൻ പോകുന്നതേ കോഴിക്കോടാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഈ മേൽപ്പാലത്തിന് മെഡിക്കൽ കോളേജിലുള്ള ആ ഒരു മേൽപ്പാലമാണ് അരയിടത്ത് പാലത്തെ. ഇതാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അരയിടത്ത് പാലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരുവിധം എല്ലാവർക്കും അറിയാം, കോഴിക്കോടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഹായ്, നമ്മുടെ കോഴിക്കോട്ടങ്ങാടി വീഡിയോയുടെ 2ാമത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങാൻ പോവാണ്. പുതിയ കാഴ്ചകൾ എല്ലാവർക്കും ഉപകരിക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ പറയാം, ഒരു ലൈക്ക് അടിച്ചോളൂ. പിന്നെ വാഹനങ്ങളിങ്ങനെ തേരപ്പാര പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് എത്രമാത്രം ക്ലിയർ ആവുമെന്ന് അറിയില്ല, ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ട് നോക്കിയിട്ട് ഇത് കണ്ടോളൂ. നമ്മുടെ കോഴിക്കോട്ടങ്ങാടി തുടങ്ങല്ലേ. എല്ലാവർക്കും റോയ് 3R വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മുടെ കോഴിക്കോട്ടങ്ങാടി ഒന്ന് ലൈക്ക് അടിച്ചോളൂ. മീഞ്ചന്തയിലോട്ടൊക്കെ പോണ വഴിയാണിത്, മിനി ബൈപ്പാസ്. കോഴിക്കോടിന് തന്നെ അല്ലെ കേരളത്തിന് തന്നെ അഭിമാനമായേക്കാവുന്ന ഒരു ബിൽഡിംഗ്, ഒരു മ്യൂസിയം, അതിവിടെയാണ് വരുന്നത്. ഈ കാണുന്ന ബിൽഡിങ്ങിലല്ലോ, ഇതൊരു 14 നില ബിൽഡിങ്ങാണ്. ഇതിലാണ് ഏഷ്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് മ്യൂസിയം, സഹകരണ മ്യൂസിയം, ലോകത്തിലെ 2ാമത്തെ സഹകരണ മ്യൂസിയം. അതാണ് കോഴിക്കോടിന് അഭിമാനമായിട്ട് വരാനിരിക്കുന്നതാണ്. ആ ബിൽഡിങ്ങാണിത്. ഇത് നമ്മുടെ ഗോകുലം മാളിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്, അരയിടത്ത് പാലത്ത്. വളരെ വലിയ ഒരു മനോഹരമായ ഒരു ബിൽഡിങ് തൊട്ടടുത്ത് നമ്മുടെ ഗോകുലം മാൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് അരയിടത്ത് പാലത്താണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ അതിന് മുന്നേ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഗോകുലം മാളിൻ്റെ. ഇതിൻ്റെ ഉള്ളിൽ 5 മൾട്ടിപ്ലക്സ് തിയേറ്ററൊക്കെ ഉള്ള, അതുപോലെ തന്നെ നമ്മുടെ നെസ്റ്റോഡസ് ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ ഉള്ള അടിപൊളി മാളാണ്. ചുരുക്കി പറഞ്ഞാൽ കോഴിക്കോടത്തെ ലുലു മാളിനേക്കാൾ നല്ലൊരു മാളാണ് നമ്മുടെ ഗോകുലം മാൾ. ഇത് നമ്മുടെ മ്യൂസിയത്തിൻ്റെ ഉദ്ഘാടനം ആയിട്ടില്ല കേട്ടോ, വരാനാവുന്നുള്ളൂ. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഗോകുലം മാളിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോടത്തെ ഏറ്റവും വലിയ പ്രൈവറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ബേബി മെമ്മോറിയൽ. ഞാനിപ്പോൾ ഉള്ളത് പുതിയറയിലാണ്. കോഴിക്കോട് ടൗണിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള സ്ഥലമാണ് പുതിയറ. ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ ജില്ലാ ജയിലൊക്കെ പുതിയറയിലാണ്. ഹോം ട്രസ്റ്റ് ഹോസ്പിറ്റൽ പുതിയറയിലാണ്. പിന്നെ എൻ്റെ വൈഫ് കൂടെ വർക്ക് ചെയ്യുന്നതും പുതിയറയിലെ ARMC IVF സെൻ്ററിലാണ്. അതും ഈ പുതിയറയിൽ തന്നെയാണ്. ഇവിടെ നിന്നും ഒരു 250 മീറ്റർ കഷ്ടിച്ച് മാറിയിട്ടാണ് ജില്ലാ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ജില്ലാ ജയിലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹോം ട്രസ്റ്റ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് രണ്ടേക്ക് ഞാനിപ്പോൾ പോണില്ല, തൊട്ടടുത്താണ് ഇവിടെ. ആ കാണുന്ന വളവിലാണ്, ആ പച്ച ബോർഡ് വെച്ചെടുത്താണ്. ഇതൊരു സിഗ്നൽ പോയിൻ്റാണ്. ഈ കാണുന്ന റോഡുണ്ടല്ലോ, ഇത് നേരെ പോകുന്നതേ കുതിരവട്ടത്തേക്കാണ്. കുതിരവട്ടം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ
പ്രധാനപ്പെട്ട 2 മാനസികാരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. ഒന്ന് ഊളംപാറയും ഒന്ന് കുതിരവട്ടം. കുതിരവട്ടം കോഴിക്കോടാണ്. അവിടേക്കുള്ള വഴിയാണ് ദേ ആ പോകുന്നത്. അത് നേരെ പൊറ്റമ്മലെത്തും. തൊണ്ടയാട് അങ്ങനെ പോകാം. നമ്മൾ കുതിരവട്ടം എന്ന് ഓർക്കുമ്പോഴേ വേറൊരു ആളെയും കൂടി ഓർക്കും. കുതിരവട്ടം പപ്പു. ആ കാണുന്ന ബിൽഡിങ്ങിൽ ARMC. കുതിരവട്ടത്തേക്കുള്ള വഴിയിൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ SK പൊറ്റക്കാട് പാർക്ക് കാണാം. അവിടുത്തെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാനിത് ലിങ്കായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. SK പൊറ്റക്കാട് പാർക്കിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതേ പുതിയറയിൽ നിന്നും സ്റ്റേഡിയത്തേക്കുള്ള റോഡ് വഴിയാണ്. ദേ ഈ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ മഹാറാണി ഹോട്ടലിൻ്റെ അവിടേക്ക് എത്തും. ആ കാണുന്നതാണ് മഹാറാണി ഹോട്ടൽ. ഒരു 3 സ്റ്റാർ ഹോട്ടലാണ്. സിനിമാ താരങ്ങളൊക്കെ വന്നാൽ അധികവും താമസിക്കുന്നത് ഇവിടെയാണ്. കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കസബ പോലീസ് സ്റ്റേഷനും താലൂക്ക് ഓഫീസും ഈ റോഡ് തന്നെയാണ്. നമ്മൾ നേരെ സ്റ്റേഡിയത്തേക്കാണ് പോകുന്നത്. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അവിടേക്ക് എത്തും. ഈ റോഡ് സൈഡിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ബാങ്ക് ഉണ്ട്, അതേപോലെ തന്നെ ടെക്സ്റ്റൈൽസിൻ്റെ ഒക്കെ ഷോപ്പുകളൊക്കെ ഉള്ള ഒരുപാട് സ്ഥാപനങ്ങളുള്ള റോഡാണ് ഇത്. നല്ല പൊരിഞ്ഞ വെയിലാണ്. ഈ വെയിലത്തൂടെ തേരപ്പാര നടന്നുകൊണ്ടാണ് നമ്മുടെ കോഴിക്കോട്ടങ്ങാടി വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഉപകാരപ്രദമായ വീഡിയോ ആയതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. നമ്മുടെ കോഴിക്കോട്ടങ്ങാടിയുടെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ. കുറേ വിവരങ്ങളുണ്ട്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. കോഴിക്കോട് ആദ്യമായിട്ട് വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും. ദേ നമ്മൾ ഈ ജംഗ്ഷനിലോട്ട് എത്തുകയാണ് കേട്ടോ. ഈ ജംഗ്ഷനിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അതൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. ഏതാണെന്നല്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. അതാണ് റഹ്മത്ത് ഹോട്ടൽ. കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടൽ ആണ് റഹ്മത്ത്. ബീഫ് ബിരിയാണിയാണ് ഇവിടുത്തെ പ്രധാന ഐറ്റം. ചിക്കൻ ബിരിയാണി ഉണ്ടെങ്കിലും ബീഫ് ബിരിയാണിക്കാണ് ഇത് പേര് കേട്ടത്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ പിന്നീട് പറയാം. റഹ്മത്ത് ഹോട്ടൽ. ഇതാണ് കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷൻ. ഇത് പുതിയ സ്റ്റാൻഡിലോട്ടുള്ള വഴി, അത് മാനാഞ്ചിറയിലോട്ടുള്ള വഴി, ഇത് പാളയത്തേക്കുള്ള വഴി. ഈ കാണുന്ന ബിൽഡിങ് സ്റ്റേഡിയം ബിൽഡിംഗാണ്. നമ്മൾ നേരെ പുതിയ സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. പുതിയ സ്റ്റാൻഡ് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോസിൽ. പക്ഷേ ഇതിലങ്ങോട്ട് എത്താം. ഇത് മാതൃഭൂമി ബുക്സാണ്. ഇതിന് തൊട്ടപ്പുറത്ത് KP കേശവമേനോൻ ഹാൾ. സ്റ്റേഡിയം ബിൽഡിങ്ങിന് ഓപ്പോസിറ്റാണ് ഇത് രണ്ടും ഉള്ളത്. നമ്മുടെ ഇപ്പോൾ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളി നടക്കുന്ന സമയമാണ് കേട്ടോ. കോഴിക്കോടിൻ്റെ മറ്റൊരു അഭിമാന സ്തംഭം ഫ്ലൈ ഓവർ. ഈ ഫ്ലൈ ഓവർ എക്സലേറ്ററും ലിഫ്റ്റും ഒക്കെ ഉള്ള ഒരു ആധുനിക ഫ്ലൈ ഓവറാണ്. അതിന് തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് റോഡിലാണ് ഇൻഡോർ സ്റ്റേഡിയം ഉള്ളത്. കണ്ടില്ലേ, ആ ബിൽഡിങ്ങിലാണ് ഇൻഡോർ സ്റ്റേഡിയം ഉള്ളത്. ഇതിൽ പോയി കഴിഞ്ഞാൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലോട്ട് എത്തും. അപ്പോൾ നമുക്ക് ഈ ഫ്ലൈ ഓവറിലൊന്ന് കയറി വേണം റോഡ് ക്രോസ് ചെയ്യാൻ. അപ്പോൾ നേരെ നമുക്ക് ഫ്ലൈ ഓവറിൽ കയറാം. ഇതുണ്ടോ, അടിപൊളി സംഭവമാണ് കേട്ടോ അത്. നമുക്ക് രാവിലെ 8 മണി കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഈ ഫ്ലൈ ഓവറിൽ കയറി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ കോളേജിലോട്ടും അതുപോലെ തന്നെ താമരശ്ശേരിയിലോട്ടും കുന്നമംഗലത്തേക്കും അവിടേക്കൊക്കെ ഉള്ള ബസ് കിട്ടും, പ്രൈവറ്റ് ബസ്സുകൾ. അപ്പോൾ നമുക്ക് ഫ്ലൈ ഓവറിലൊന്ന് കയറാം. എന്നിട്ട് വേണം അപ്പുറ വശത്ത് പോകാൻ. ഒരു കാര്യം പറയാതെ വയ്യ, ഈ സൈഡിലുള്ള എക്സലേറ്ററേ കംപ്ലൈൻ്റ് ആയിട്ട് കുറേ ദിവസമായി, ഇതുവരെ നന്നാക്കിയിട്ടില്ല. നമ്മളതുകൊണ്ട് ലിഫ്റ്റ് കയറി. ഇനി നമുക്ക് ലിഫ്റ്റിൽ താഴോട്ട് പോകാം.
ദേ ഇതാണ് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയം. നമ്മളെ ഫ്ലൈ ഓവർ കയറി ഇറങ്ങി ഇപ്പുറത്ത് നിന്ന് കഴിഞ്ഞാലാണ് മെഡിക്കൽ കോളേജ് വഴിയുള്ള ബസ്സുകൾ വരിക. മെഡിക്കൽ കോളേജ് പോകേണ്ടവരൊക്കെ ഇവിടെ നിന്ന് ബസ് കയറാൻ പറ്റും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ള റോഡാണ്. SK ടെമ്പിൾ, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, ആ റോഡ്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് SK ടെമ്പിളിലോട്ട് എത്താം. ആ റോഡിൽ നിന്ന് പോയി നോക്കാം. ഇതിൻ്റെ സൈഡിലാണ് ഇൻഡോർ സ്റ്റേഡിയം ഉള്ളത്. ഈ റോഡിലൂടെ കുറച്ചും കൂടി വന്നു കഴിഞ്ഞാൽ ഗംഗാ മൂവീസ് എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്. ഇത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലോട്ടുള്ള റോഡാണേ. പിന്നെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു സംഭവം കാണിച്ചു തരാം. അതേ ആ കാണുന്നുണ്ടോ ലൂയിസ് വുഡ്സ്. ഞാനേ ഒരു 10 വർഷം ഈ ഷൂ കടയിൽ വർക്ക് ചെയ്ത കോഴിക്കോട് വന്നപ്പോൾ ലെതറിന് ഏറ്റവും കുറഞ്ഞ വിലയിൽ ലെതർ ഷൂ മാത്രം കിട്ടുന്ന ഒരു ഷോപ്പാണ് ലൂയിസ് വുഡ്സ്. കോഴിക്കോടത്തെ ഓൺ മെയ്ഡ് ഷൂസാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ എക്സ്പോർട്ട് സർപ്ലസ് ഷൂസ് ഉണ്ട്. ഒറിജിനൽ ലെതർ ഷൂസ് അത് ഓൺ മെയ്ഡാണ്. അതുപോലെ തന്നെ ലേഡീസ് ആൻഡ് ജെൻസ് ബാഗ്, സോക്സുകൾ, പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ഷൂസുകളിനൊക്കെ ഒറിജിനൽ ലെതറാണ്. അതും കോഴിക്കോട് മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എക്സ്പോർട്ട് സർപ്ലസ് ഷൂസും കിട്ടും. ലെതർ ബെൽറ്റുകൾ, ലെതർ പേഴ്സുകൾ, ഇതെല്ലാം ഇവിടെ കിട്ടുന്ന സാധനങ്ങളാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാനിവിടെ എപ്പോഴും പോകുന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ലെതർ ചെരുപ്പും ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകൾ കാണാം. ആ കാണുന്നതാണ് പുതിയമ്പലം ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. കോഴിക്കോടത്തെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. നമുക്ക് ആ വഴിയൊന്ന് പോയി നോക്കാം. ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. അതുപോലെ തന്നെ ഒരു ഹാളും ഇവിടെയുണ്ട്. അവരുടെ തന്നെ ഒരുപാട് ബിൽഡിങ്ങുകളും ഇവിടെയുണ്ട്. ഇവിടേക്ക് വരാൻ വളരെ എളുപ്പമാണ്. പുതിയ സ്റ്റാൻഡും KSRTC ബസ് ടെർമിനലും ഇത് തൊട്ടടുത്താണ്. അതുകൊണ്ട് KSRTCയിൽ വന്നാലും പുതിയ സ്റ്റാൻഡിൽ വന്നാലും ഇങ്ങോട്ട് വരാൻ വളരെ പെട്ടെന്ന് കഴിയും. ഇനി നമ്മൾക്ക് കാണാനുള്ളതേ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, കോഴിക്കോട്ടങ്ങാടി. നമ്മുടെ കോഴിക്കോട്ടങ്ങാടിയുടെ 2ാമത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പിയാണ്. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. പുതിയ കാഴ്ചകൾക്കായിട്ട് കാത്തിരിക്കുക. ഇപ്പം നമ്മളുള്ളത് സ്റ്റേഡിയം റോഡിലാണ്. ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. പുതിയ കാഴ്ചകളുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. ബൈ റോയ്.